എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു വീഡിയോ കാണുവാനിടയായി. വളരെ ദുഃഖകരമായ, വളരെ നിരാശകരമായ ഒരു വീഡിയോ. പെന്തക്കോസ്ത് സഭകളിലെ പ്രമുഖ സഭയായ ദി പെന്തക്കോസ്ത് മിഷൻ്റെ ഒരു ശുശ്രൂഷകനെ പുറത്തു നിന്നുള്ള 2-3 പേർ മർദ്ദിക്കുന്നതാണ് ഈ വീഡിയോ. അന്വേഷണത്തിൽ ഇത് പത്തനംതിട്ട ദി പെന്തക്കോസ്ത് മിഷൻ സഭയുടെ മുൻപിലാണ് എന്ന് മനസ്സിലായി. സമീപവാസിയായ ഒരു ക്രൈസ്തവ നാമധാരി പെന്തക്കോസ്ത് മിഷനിലെ ഉപദേശിയെ വിളിച്ചു നിർത്തി ഇവിടുത്തെ മൈക്കിൻ്റെ ശബ്ദ തീവ്രത കൂടുതലാണ് എന്ന് പറയുന്നതും അതിനെ തുടർന്നുണ്ടായ പ്രയാസങ്ങളുമാണ് ഇതിൽ കാണുന്നത്. ദി പെന്തക്കോസ്ത് മിഷനിലെ ഒരു പാസ്റ്ററെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അടിക്കുന്ന രംഗമാണ് ഈ വീഡിയോയിൽ. ആ ചുമന്ന ഷർട്ടിട്ട ആ വ്യക്തി, അദ്ദേഹമാണ് ഈ ക്രൂരമായ ഉദ്യമത്തിന് മുതിർന്നത് എന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ന്യായ സംഹിതയിൽ ഇതനുസരിച്ചുള്ള വകുപ്പുകളുണ്ട്, കേസ് കൊടുക്കാനുള്ള വകുപ്പുകളുണ്ട്. അങ്ങനെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കൈമിടുക്കുകൊണ്ടും ഗുണ്ടായിസം കൊണ്ടും കാര്യങ്ങൾ പാവം പിടിച്ച പെന്തക്കോസ്തുകാരനോട് ഏറ്റുമുട്ടിയാൽ നടക്കും എന്ന ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഈ ചുമന്ന ഷർട്ടുകാരൻ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം. മറ്റ് പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ എന്ന പോലെ TPMലും ശാന്തത, സമാധാനമൊക്കെയാണ് ജനങ്ങളുടെ മുഖമുദ്ര. അതുകൊണ്ട് അവർ പ്രതികരിക്കാൻ സാധ്യത കുറവാണ് എന്ന് കരുതി പെന്തക്കോസ്തുകാരുടെ മേളിൽ കാര്യമില്ലാതെ മെക്കിട്ട് കയറുന്ന ഇത്തരം അനുഭവങ്ങൾ ഇപ്പോൾ ധാരാളമായിരിക്കുന്നു. വഴിയെ കൂടെ പോകുന്നവർക്കെല്ലാം കല്ലെറിയാവുന്ന തരത്തിൽ ഉള്ള ഒരു വിഭാഗമാണോ പെന്തക്കോസ്ത് സഭകൾ, അല്ലെ പെന്തക്കോസ്ത് ശുശ്രൂഷകന്മാർ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വടക്കേന്ത്യയിൽ എന്ന പോലെ കേരളത്തിലും ഈ നാളുകളായി വർദ്ധിച്ചു വരുന്നു എന്നത് ദുഃഖകരമാണ്. ദി പെന്തക്കോസ്ത് മിഷൻ സഭയുടെ ഒരു സഭകളെക്കുറിച്ചും ഒരു പ്രാദേശിക സഭകളെക്കുറിച്ചും അനാവശ്യമായ വാർത്തകൾ ഇന്നുവരെ പ്രചരിച്ചിട്ടില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ പ്രചരിച്ചിട്ടില്ല. അവിടുത്തെ മൂപ്പനെ പോയി കാണുകയോ അവിടുത്തെ ഉപദേശിയോ പോയി കണ്ടാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ്. പക്ഷേ അത്തരം സാഹചര്യങ്ങളൊന്നും വേണ്ട, കൈമിടുക്കാണ് ഞങ്ങളുടെ കൈമുതൽ എന്ന രീതിയിൽ ആ പാവം ദൈവദാസൻ്റെ മേളിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അടിച്ചത് ദൈവത്തിന് നിരക്കാത്ത പണിയായിപ്പോയി. അദ്ദേഹം ഇതൊന്നും കണ്ട് ഗവനിക്കുന്ന കൂട്ടത്തിലല്ല. അദ്ദേഹം ഇത് കണ്ട് തിരിച്ചടിക്കുകയുമില്ല. അത് മുതലാക്കിയാണ് ഈ ചുമന്ന ഷർട്ടുകാരൻ ഈ ക്രൂരമായ ബലപ്രയോഗം നടത്തിയത്. ഈ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിൽ വരുന്ന അഭിപ്രായങ്ങൾ, സാധാരണ മനുഷ്യൻ്റെ വേദനകൾ, ചിലത് ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആരായാലും അവരോട് പറയാം അല്പം ശബ്ദം കുറയ്ക്കാൻ, അല്ലാതെ തിണ്ണമെടുക്ക് കാട്ടരുത്. പിന്നെ സുവിശേഷകന്മാരുടെ നേരെ പറ്റും, കാരണം അവർ തിരിച്ചടിക്കില്ല. അടുത്തൊരാൾ ചോദിച്ചിരിക്കുകയാണ്, ഇവൻ വേറെ ഏതെങ്കിലും മതവിഭാഗങ്ങളിൽ കയറി ഇതുപോലെ അക്രമ സ്വഭാവം കാണിക്കുമോ? സൗണ്ട് ഉണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാമല്ലോ. തിരിച്ച് തല്ലാത്തവരെ തല്ലുന്ന തിണ്ണമെടുക്ക് മറ്റൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരാൾ എഴുതിയിരിക്കുന്നു: ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ അന്ന് ഓടിച്ച 3 വീട്ടുകാരുടെ കാര്യം ഇന്ന് ദയനീയമാണ്. മറ്റുള്ളവർ മൈക്ക് വെച്ച് കെട്ടി ആഴ്ചകൾ, മാസങ്ങൾ ശബ്ദമുണ്ടാക്കുമ്പോൾ ഇതുപോലെ ചോദിക്കാൻ
ഇവന് ധൈര്യമുണ്ടോ? അങ്ങനെ ഈ സംഭവം സംബന്ധിച്ച് ധാരാളം പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വതവേ നിശബ്ദനാകാൻ ആഗ്രഹിക്കുന്നവനെ ആക്രമിക്കുന്ന, അവന് നേരെ പ്രതികരിക്കുന്ന, കൈമിടുക്ക് കാണിക്കുന്ന അവരോട് നമുക്കെന്ത് പറയാൻ കഴിയും? ദൈവം ഈ വിഷയത്തിൽ ചോദിക്കട്ടെ. ഇവിടുത്തെ നിയമപാലകർ ഇതിനു വേണ്ടി നടപടിയെടുക്കട്ടെ, ഈ വിഷയത്തിൽ നടപടിയെടുക്കട്ടെ. ഒരു കരണത്തടിക്കുന്നവനെ മറുകരണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ അനുയായികൾ ഇനിയും ക്ഷമിക്കും. പക്ഷേ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ ഇത്തരണത്തിൽ നോക്കുകുത്തികളായി മാറരുത് എന്നൊരു എളിയ അഭിപ്രായമുണ്ട്. ഈ അക്രമത്തിൽ ഉൾപ്പെട്ട കുറ്റവാളികൾക്ക് ന്യായമായ ശിക്ഷ ലഭ്യമാകണം. മറ്റൊരിടത്തും ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ ഇടവരരുത്. சுத்தராய் காசினி மீதினில் மாண்புறும் சேவை செய்தவர், மாசில்லா சுத்தராய் காசினி மீதினில் மாண்புறும் சேவை செய்தவர், ஆசையோடே சுவைப்பின் சென்றோர் இவரே, சியோனில் நின்றிலங்குவார். ஆசையோடே சுவைப்பின் சென்றோர் இவரே,